ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ചിൻ്റെ കാരണങ്ങളും അതിൻ്റെ ആവശ്യങ്ങളും സംബന്ധിച്ചിടത്തോളം മാങ്കോട് രാധാകൃഷ്ണൻ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിരവധി ആൾക്കാർ ഇവിടെ സംസാരിക്കുവാനും. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഈ നിലയിലുള്ള ഒരു ഗൂണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയും കോർപ്പറേഷൻ കൗൺസിലറായി ഇരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വാഴോട്ടണ ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗത്തിൽ ഒരു കാരണവശാലും ഈ ഗൂണ്ടാത്തലവനെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാപ്പ കേസിലെ പ്രതിയെ പങ്കെടുപ്പിച്ചുകൊണ്ടും കൗൺസിൽ യോഗം കൂടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മേയർ എടുക്കരുതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാനിവിടെ അഭ്യർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അധികാരമേറ്റെടുത്തപ്പോൾ പാരീസ് ആക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെ വെല്ലുവിളിക്കുന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ. മൂക്ക് പൊത്തി ഈ നഗരത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. കുടിവെള്ളം കിട്ടുന്നില്ല. ഒരു മഴ പെയ്താൽ തമ്മാനൂരും കിഴക്കേക്കോട്ടയും വെള്ളത്തിനടിയിലാകുകയാണ്. അങ്ങനെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും ഈ ചെറിയ ഒരു കാലയളവിൽക്കുള്ളിൽ നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ഓഫീസുകൾ നിങ്ങൾ പോലീസ് പരിശോധിക്കണം. ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്, ഈ സുഗതൻ്റെയൊക്കെ നേതൃത്വത്തിൽ മാരക ആയുധങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ ഒളിച്ചു വച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ ന്യായമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളത് പരിശോധിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന റീൽസ് സ്ഫോടനമാണ്. രാവിലെ മേയറും ഡെപ്യൂട്ടി മേയറും കൂടെ വരും, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ചെല്ലും, ഒരു ഫോട്ടോ എടുക്കും, അത് റീൽസായി പ്രസിദ്ധീകരിക്കുന്ന ഭരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാനും ചെറിയ വോട്ടുകൾക്കാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാത്ത മുഴുവൻ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമരപോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.